ഇത്രയും വലിയൊരു ടി വി ഓക്കെ കൊച്ചുങ്ങൾ തല്ലി പൊട്ടിയാലും ശരി റിമോട്ട് കൊണ്ട് അടിച്ചാലും ശരി നമ്മൾ മാറ്റി കൊടുക്കും വൺ ടൈം. ഒരു 2.5 ലക്ഷം രൂപ ടി വിയാണ് 86 ഇഞ്ച് LG-യുടെ. ഞാനാണ് ഈ കമ്പനിയുടെ MD. എന്റെ നമ്പറാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ നമ്പറിലേക്ക് വിളിക്കണം. വെറും 6500 രൂപയ്ക്ക് 24 ഇഞ്ച് ടി വി കിട്ടുന്ന കോയമ്പത്തൂരിലുള്ള ഒരു സ്ഥാപനത്തിലാണുള്ളത്. ഇവർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ഐപ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടി വി മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. കോയമ്പത്തൂരിലാണ് ഈ സ്ഥാപനം ഉള്ളത്. കോയമ്പത്തൂർ എയർപോർട്ടിന്റെ നേരെ ബാക്കിലാണ് ഈ സ്ഥാപനം ഉള്ളത്. 3 വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയാണ് ഇവർ കൊടുക്കുന്നത്. ഇവരുടെ അടുത്ത് 100 ഇഞ്ച് വരെയുള്ള TVs അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇടി പൊട്ടിയാലും അതല്ലെങ്കിൽ വെള്ളത്തിൽ വീഴ ഏത് രീതിയിലുള്ള ഡാമേജ് ആണെങ്കിലും റീപ്ലേസ്മെന്റ് വാറന്റിയാണ് ഇവർ കൊടുക്കുന്നത്. 3 കൊല്ലം റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്ന കമ്പനി വളരെ കുറവായിരിക്കും. ഇവർ ഹോൾസെയിലും അവൈലബിൾ ആണ്, റീറ്റെയിലും അവൈലബിൾ ആണ്. ഇവരുടെ ഫ്രാഞ്ചൈസി ഒക്കെ എടുക്കണമെങ്കിൽ, നാട്ടിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇവരുടെ അടുത്തുള്ള ഐറ്റംസ് ഓരോന്നും സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഈ കാണുന്നതാണ് ഐപ്ലസ് TV ബ്രാൻഡിന്റെ ഷോറൂമും. അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇദ്ദേഹമാണ് സ്ഥാപനത്തിന്റെ MD. നമസ്കാരം സാർ. നമസ്കാരം. എന്താ വിശേഷം? നല്ല വിശേഷം. നമുക്ക് എങ്ങനെയാണ് ഇത്ര ചീപ്പ് പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് TV അല്ല? ആക്ച്വലി ഇന്ന് കേരളത്തില് കുറെ പേര് ഈ ഡൽഹിയിൽ നിന്ന് ബ്രാൻഡ് ചെയ്ത് അവരവരെ ബ്രാൻഡിലാണ് ഇന്ന് വിറ്റോണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് സ്വന്തം ബ്രാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത്. കുറെ പേര് നമ്മുടെ അടുത്ത് ഒരു 4 കൊല്ലം മുമ്പ് ചോദിച്ചു, നമ്മളിവിടെ തമിഴ്നാട്ടിൽ ഐപ്ലസ് ചെയ്തോണ്ടിരിക്കുന്നത്, കേരളത്തില് നിങ്ങൾ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെറുതെ ഒരു കളിക്കാണ് നമ്മൾ ഒരു ബിസിനസ് കേരളത്തിൽ തുടങ്ങിയത്. തുടങ്ങിയപ്പം തന്നെ നല്ല രീതിയിൽ പോയി കത്തി ഇന്ന് 50ന്റെ മുകളിലാണ് ഐപ്ലസിന്റെ TV ഷോറൂമുകളുണ്ട്. കേരളത്തിൽ ഐപ്ലസ് ഇത്രയും പൊങ്ങി വരാനുള്ള ഒരു കാരണം നോക്കിയാൽ നമ്മൾ എല്ലാവർക്കും ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഡീലർഷിപ്പ് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പാലക്കാട് ഉണ്ടെന്ന് വെച്ചോ, പാലക്കാട് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഞാൻ നേരിട്ട് ചെന്ന ഒരു ഷോറൂം ഇടില്ല. അപ്പൊ പാലക്കാടിൽ നിങ്ങൾ ഷോറൂം ഇട്ടാലേ നിങ്ങളെ വിശ്വസിക്കുള്ളൂ. മറ്റേ ബ്രാൻഡൊക്കെ നോക്കിയാൽ അവരവർ ചെന്ന് 5 ഷോറൂം 4 ഷോറൂം ഇടും. അതിന്റെ ഒരു ഗുണവും ഇല്ല. നമ്മൾ ഒരാൾക്ക് ഡീലർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഏരിയയിൽ വേറെ ആൾക്ക് കൊടുക്കോ? ഒരു 15 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ നമ്മൾ വേറെ ആർക്കും കൊടുക്കൂല. അതാണ് നമ്മളെ രീതി. നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ സിറ്റി സെന്ററിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. നാളെ നോക്കിയാൽ കരുനാഗപ്പള്ളിയിലാണ് നമ്മളെ വലിയ കരുനാഗപ്പള്ളി കൊല്ലത്തിലെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെ 3 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ നോക്കിയാൽ എന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒவ்வொரு പ്രോഡക്റ്റിനും ഈ വാറന്റി കാർഡ് കാണും. ഈ വാറന്റി കാർഡിൽ ഒരുത്തരും അവരവരെ നമ്പർ ഇടൂല. ഇത് എന്റെ നമ്പറാണ്, മൊബൈൽ നമ്പർ. വാറന്റി മുതൽ ഞാനാണ് ഈ കമ്പനിയുടെ MD. എന്റെ നമ്പറാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ നമ്പറിലേക്ക് വിളിക്കണം. നമുക്ക് വിളിക്കാൻ പറ്റും. വിളിച്ചോണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അതിന് ഉടൻ തന്നെ അതിന് നിവർത്തി ചെയ്ത് കൊടുക്കും. ഏത് ഷോറൂമിലും നിങ്ങൾ ഒരു മുതലാളിമാരും യൂട്യൂബിൽ സംസാരിക്കരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്പർ കൊടുക്കൂല. പിന്നെ മാനേജർമാർ സംസാരിക്കും, പിന്നെ വേറെ ആരെങ്കിലും സംസാരിക്കും. ഐപ്ലസ് ഓണറായ ഞാൻ തന്നെ എല്ലാം സംസാരിക്കാനുള്ള ഒരു കാര്യം ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാക്ടറിയെ വിശ്വസിച്ച് നിങ്ങൾ വാങ്ങിക്കാം. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന അർത്ഥം. അത് മാത്രമല്ല, ഇത് വന്ന് ഗൂഗിളിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. ഗൂഗിളിന്റെ അഗ്രിമെന്റ് ആണ് ഈ സർട്ടിഫിക്കേഷൻ. ഐപ്ലസിന്റെ കമ്പനിയുടെ പേരാണ്, അത് നോക്കണം. ഗ്രേസ് ലേസർ ജെറ്റ് ടെക്നോളജി എന്റെ കമ്പനിയാണ്. എന്റെ പേരാണ് ജോൺ ഫിലിപ്പ്. ഗൂഗിൾ LLC. ഈ ആത്തറൈസേഷൻ സിഗ്നേച്ചർ കണ്ടല്ലോ, 8-ാം തീയതിയാണ് നമുക്ക് ഗൂഗിളിന്റെ ഇതിനു മുമ്പ് നമ്മൾ WebOS LG-യുടെ സോഫ്റ്റ്വെയറിന്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ രീതിയിൽ ഗൂഗിളിന്റെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുത്തരും കാണിക്കത്തില്ല. കുറെ പേര് ഗൂഗിൾ TV എന്ന് വിൽക്കുന്നുണ്ട്, പക്ഷെ ഗൂഗിളിന്റെ കുറെ മോഡലുകളുണ്ട്. ഇല്ല ഗൂഗിളിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവരുടെ കാണിക്കാനും പറ്റൂല. എന്റെ കയ്യിൽ ഏത് ഷോറൂമിൽ പോയാലും ഗൂഗിളിന്റെ ആത്തറൈസേഷൻ സർട്ടിഫിക്കേഷൻ എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റും. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഷോറൂമുണ്ട്. 50 ഷോറൂമിന്റെ മുകളിലുണ്ട്. ഷോറൂം നിങ്ങൾക്ക് ഏതെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ നമുക്ക് ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 15 കിലോമീറ്ററിനാണ് ഒരു ഡീലർ കൊടുക്കുന്നത്. അതിന്റെ ചുറ്റളവിൽ ഇപ്പൊ ഒരു ഡിസ്ട്രിക്ട് എടുത്താൽ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു 15-20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇന്നൊരു ഡീലർ വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. എല്ലാ സ്ഥലത്തും പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും ഐപ്ലസിന്റെ അടിപൊളിയായിട്ട് എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. നമ്മൾ ലാപ്ടോപ്പ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്. കണ്ടല്ല, സൗണ്ട് ബാർ പ്ലസ് സബ് ഊഫർ. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കണ്ട അടിപൊളിയായിരിക്കും. ഐപ്ലസ് വെച്ചാൽ ഇതൊക്കെ വന്ന് ഇമ്പോർട്ടഡ്, ഇതൊക്കെ BA സർട്ടിഫിക്കറ്റ് ആണ്. ഓരോരുത്തർ ഇന്നത്തെ രീതിയിൽ അവരുടെ പേരിൽ BA സർട്ടിഫിക്കറ്റ് കാണത്തില്ല. ഡൽഹി അവരവരുടെ പേരിൽ BA സർട്ടിഫിക്കറ്റ് കാണും. അത് വെച്ചാണ് വിൽക്കുന്നത്. പൈസ ഉള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മള് പൈസ ഉണ്ടാക്കുന്ന കാലം കസ്റ്റമറിന് ഒരു നല്ല ഒരു ക്വാളിറ്റി കൊടുക്കണം എന്ന് നമുക്ക് കണ്ടിന്യൂ. പിന്നെ ഐപ്ലസിൽ പ്രശ്നം വരൂലേ എന്ന് ചോദിക്കാം. ഐപ്ലസിലും പ്രശ്നം വരും. വന്നാൽ 3 കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. തല്ലി പൊട്ടിയാലും ഇത്രയും വലിയൊരു TV കൊച്ചുങ്ങൾ തല്ലി പൊട്ടിയാലും ശരി റിമോട്ട് കൊണ്ട് അടിച്ചാലും ശരി നമ്മൾ മാറ്റി കൊടുക്കും വൺ ടൈം. ഏത് TV വാങ്ങിയാലും അവർക്ക് 6 മാസത്തിന്റെ മുകളിൽ കടൽപ്പുറത്തിന്റെ കാറ്റടിച്ചാൽ പെട്ടെന്ന് കേടായി പോകും.
കേടായി പോകും. നമ്മളിപ്പോ അതും വന്ന് നമ്മളിപ്പോ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടി പൊട്ടിയാൽ എല്ലാ ഓഫറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 വർഷം ടോട്ടലി റീപ്ലേസ്മെന്റ് വാറണ്ടി, ഫിസിക്കൽ ഡാമേജ്, വാട്ടർ ഡാമേജ്, തമ്മിൽ അടിച്ചാലും i+ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് മാറ്റി തരും. നമ്മള് പ്രൈസ് സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നത്? നിങ്ങൾക്ക് പ്രൈസ് സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞില്ലേ 6500 രൂപയ്ക്ക് 6500 രൂപ 24 ഇഞ്ച് ടി. ഇത് റീറ്റെയിൽ പ്രൈസ് ആണോ ഹോൾസെയിൽ പ്രൈസ്? ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ്. ഹോൾസെയിൽ നമ്മളെ ഡീലറിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. 6500 രൂപ. ഇത് 32 ഇഞ്ച് ഫുൾ HD TV. 32 ഫുൾ HD TV. ഇത് വന്ന് നിങ്ങൾക്ക് 3 കൊല്ലം വാറണ്ടിയും പ്ലസ് ഇത് LGയുടെ ഒറിജിനൽ പാനലാണ്. ഓക്കെ, നിങ്ങളിപ്പോ വില കുറഞ്ഞു വാങ്ങിയാൽ എന്താ ഒരു പ്രശ്നം? ഓട്ടോമാറ്റിക്കൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും അപ്ഡേഷൻ ചെയ്യാൻ പറ്റൂല. നിലവിലുള്ള വേർഷൻ ഉണ്ടാവും, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂല. പക്ഷെ എന്റേന്ന് വാങ്ങിക്കുന്ന എല്ലാ ടിവിക്കും എല്ലാ അപ്ഡേഷനും ചെയ്യാൻ പറ്റും. 3 കൊല്ലം കഴിഞ്ഞാലും നിസ്സാരം പൈസ കൊടുത്താൽ 4ാമത്തെ കൊല്ലം 5ാമത്തെ കൊല്ലം 6ാമത്തെ കൊല്ലം നമ്മൾ AMC പോലെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ടിവി നിങ്ങൾ 32 നമ്മൾ കാണിച്ചില്ലേ, ഈ ഒരു ടിവി 3 കൊല്ലം കഴിഞ്ഞു. അഡീഷണൽ ആയിട്ട് എനിക്ക് ഒരു 3 കൊല്ലം വേണമെങ്കിൽ നിസ്സാരം നിങ്ങൾ 1500 രൂപ കൊടുത്താൽ മതി. നമുക്ക് ഇത് സർവീസ് അഡീഷണൽ ആയിട്ട് 32 ഇഞ്ചിന് 1 കൊല്ലത്തിന് 500 രൂപ കൊടുത്താൽ അപ്പോഴും നമുക്ക് കിട്ടും. ഒരു 500 രൂപ 1 കൊല്ലത്തിന്. അതേപോലെ LGന്റെ വോയിസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇപ്പൊ LGയിൽ 32 തൊട്ട് 100 ഇഞ്ച് വരെ മാക്സിമം എന്റെ ഉണ്ട്. ഒരു 10 TV ഇല്ല, ഒരു 20 TV 100 ഇഞ്ച് വേണമെങ്കിൽ ഇതാ കണ്ടല്ലോ, 100 ഇഞ്ച് സൈസ് ഒറിജിനൽ WebOS LGയുടെ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, 100 ഇഞ്ച്. നമ്മളിങ്ങനെ പവർ ബട്ടൺ ആവുമ്പോൾ i+ എന്ന് ഇപ്പൊ വരും. ഇത് വന്ന് ഹോം പേജിൽ i+ എന്ന് വരും. പിന്നെ നമ്മളിപ്പോ ഈ TV ഓഫ് ചെയ്തു കണ്ട i+ എന്ന് വരും. ബ്രാൻഡ് കാണിക്കൂല. കേരളത്തിലല്ല തമിഴ്നാട്ടിലല്ല ഒരുത്തർക്കും ബ്രാൻഡ് കൊണ്ടുവരാൻ പറ്റൂല. അതായത് നമ്മൾ TV ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ബ്രാൻഡ് കാണിക്കും. നിങ്ങൾ ഒരു ബ്രാൻഡ് എങ്കിൽ നിങ്ങൾ WebOS വിൽക്കുന്നു വെച്ചോ, ഈ WebOS വിൽക്കുമ്പോൾ ഒരു ബ്രാൻഡ് ഇല്ലാതെ നിങ്ങൾ വിൽക്കാൻ പറ്റില്ല. ബ്രാൻഡ് ഇല്ലാതെ നിങ്ങൾ വിൽക്കുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് TV എന്നേ പറയൂ. അപ്പൊ നമുക്ക് ഫസ്റ്റിലും ലാസ്റ്റിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആണ്. i+ എന്ന് വന്നാൽ മതി. നിങ്ങൾ ഒരു പേര് വെച്ചോ, നിങ്ങൾ ഏതെങ്കിലും ഒരു ടിവിയുടെ പേര് വെച്ചോ, ആ TV നിങ്ങൾ ഇപ്പൊ WebOSന്റെ വിൽക്കണം വെച്ചോ, WebOS വിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പറഞ്ഞല്ലോ, സോണി എങ്കിൽ സോണി വരും, സാംസങ് എങ്കിൽ സാംസങ് വരും, LG എങ്കിൽ LG വരും. അതാണ് ബ്രാൻഡ്. i+ എന്ന് ആൺ ചെയ്താൽ i+ വരണം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് വരണം. കേരളത്തിലെ എല്ലാ സ്ഥലത്തും i+ന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഷോറൂം ഇല്ല, എനിക്ക് വീട്ടിൽ വേണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ അയച്ചു വിടും. അപ്പൊ നോക്കിയാൽ ഇതൊരു 2.5 ലക്ഷം രൂപ ടിവിയാണ്. 86 ഇഞ്ച് LGയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാരിറ്റി. ഓക്കെ, ക്ലാരിറ്റി ഒക്കെ നിങ്ങൾ LG, സാംസങ്, സോണി. ഇന്ത്യയിൽ 4ാമത് ഇന്ന് മാസം 10,000 TV വിറ്റുകൊണ്ടിരിക്കുന്ന ഒരേ ബ്രാൻഡ് i+ മാത്രമാണ്. ഈ 2.5 ലക്ഷം രൂപ TV ഓണത്തിന് 1.30 ഇൻക്ലൂഡിംഗ് GST 1,30,000 86 ഇഞ്ച് ഇൻക്ലൂഡിംഗ്. കേരളത്തിൽ കുറെ പേര് ബില്ലില്ലാതെ GST ഇടാതാണ് വാങ്ങിക്കുന്നത്. ആ സമയത്തിന് നിങ്ങൾ GST ഇടാതെ വാങ്ങിച്ചാൽ നിങ്ങൾക്കാണ് അത് പ്രശ്നം വരുന്നത്. ബില്ല് ഇല്ലാതെ ഒരു സാധനവും നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. ഇത് കണ്ടല്ലോ, ഗൂഗിളിന്റെ ഒറിജിനൽ QLED ആണ്. ഓക്കെ, QLED ടെക്നോളജി എല്ലാ OTT പ്ലാറ്റ്ഫോമും വർക്ക് ആവും. ഇത് 1 കൊല്ലം വർക്കായിട്ട് വർക്കാവാതെ പോകില്ല. അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ എല്ലാം പറ്റും. ഇത് ഇന്ന് നോക്കിയാല് 55 ഇഞ്ചാണ്. കുറെ മോഡൽസ് ഇന്ന് മാർക്കറ്റിലുണ്ട്, ഓൺലൈനിലൊക്കെ നമ്മൾ കണ്ടറിയാം. ഇത് വന്ന് ഏറ്റവും ലാറ്റസ്റ്റ് പ്രോസസറാണ്. മെയിൻ ആയിട്ട് ഒരു ബ്രാൻഡിലോട്ട് പോയാലേ ഒരു ബ്രാൻഡ് നോക്കിയാൽ 10 ഡിഫറെന്റ് മോഡൽ ഉണ്ടാവും. i+ നോക്കിയാൽ ഏത് ദി ബെസ്റ്റ് പ്രോസസർ അത് മാത്രമേ i+ വന്ന് വിൽക്കത്തുള്ളൂ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഈ TV നോക്കിയാൽ ഇന്ന് മാർക്കറ്റില് എനിക്കറിഞ്ഞ് 90,000 ഒക്കെ വരും. നിസാരം i+ൽ ഒരു 45 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 45,000 രൂപ കൊടുക്കാം. വെറും പകുതി പ്രൈസിന് വിത്ത് GST, ഫിസിക്കൽ ഡാമേജ്, വാട്ടർ ഡാമേജ്, ഇടി പൊട്ടിയാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരും യൂട്യൂബിൽ പറയും. 3 കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി. തീർച്ചയായിട്ടും 3 കൊല്ലം നമ്മളെ കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പ്രൈസിന് ഇവർ ഹോൾസെയിൽ പ്രൈസ് ആണ് പറഞ്ഞത്. ഈ പ്രൈസിന് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവരുടെ ബ്രാൻഡ് കിട്ടുന്ന ഏതെങ്കിലും ഷോറൂമിൽ പോയി വാങ്ങിക്കാം. അതല്ലെങ്കിൽ സിംഗിൾ പീസും നമ്മൾ അയച്ചു കൊടുക്കും. ഷോറൂം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ സിംഗിൾ പീസ് അയച്ചു കൊടുക്കും. എന്നും ഒരു 300-400 TV എന്നും നമുക്ക് കേരളത്തിൽ മാത്രം നമ്മൾ അയക്കാനാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം നമുക്ക് പാക്കിംഗ് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പീസ് എല്ലാം ഡെലിവറി പാക്കിംഗ് ആണ്. ഒരുത്തരും ഇങ്ങനെ ഒന്നും കാണിക്കത്തില്ല. കുറെ പേര് പറയും എന്തിനാ സാറേ നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത്. ഞാൻ പറയും നമ്മളടുത്ത് വിശ്വസിച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവർക്ക് ഉള്ളത് തുറന്ന് കാണിച്ചാലേ ധൈര്യമായിട്ട് നമ്മളടുത്ത് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മൾ കാണിക്കും. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കുറെ ഐറ്റം നമ്മൾ കൊടുക്കുന്നില്ല, അതിന്റെ ആവശ്യവും ഇല്ല. പ്രോഡക്റ്റും പ്രൈസും നന്നായിട്ട് ഇരുന്നാലേ അത് വെരി ഹാപ്പി. ഇതൊക്കെ ഇന്ന് പോണായിട്ട് ഇതൊക്കെ ചെക്കിങ് ടെസ്റ്റ് ചെയ്ത് ബാർകോഡ് അടിച്ച് സീരിയൽ നമ്പർ ഒട്ടി വളരെ അതല്ലേ പറഞ്ഞല്ലേ, സോണി, സാംസങ്, LG ഇതിനേക്കാളും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ക്വാളിറ്റി പ്രൈസ് കൊടുക്കണം എന്നാണ് നമ്മളെ ഒരു ആഗ്രഹം. ഇത് ഇന്ററാക്റ്റീവ് പാനലാണ്. 85 ഇഞ്ച് അല്ലേ? 85 ഇഞ്ച് ടച്ച് ഇന്ററാക്റ്റീവ് പാനലുണ്ട്. ഈ സൈസിൽ ടച്ചാ 100 ഇഞ്ച് ടച്ച് ഉണ്ട്. എന്റെ 100 ഇഞ്ച് ടച്ച് 100 ഇഞ്ച് കണ്ടല്ലോ, 100
ഇഞ്ചിന്റെ ടി വി ടച്ച് ഉണ്ട് i+ല് 100 ഇഞ്ചൊക്കെ ഇന്നത്തെ വരെ കേരളത്തിൽ ഒരു യൂട്യൂബറും 100 ഇഞ്ച് കണ്ടിട്ടില്ല. ഇതൊക്കെ ഒറിജിനൽ LGയുടെ വെബ് OS ആണ്. 100 ഇഞ്ച് ടി വി ഇവരുടെ അടുത്ത് ടച്ച് ടി വി, ഇത് ടച്ച് അല്ല, 100 ഇഞ്ചിൽ ടച്ച് ടി വി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ 85 ഇഞ്ച് ഉണ്ടോ, 85 ഇതൊക്കെ ടച്ച് ആണ് കേട്ടോ. ഈ ഇരിക്കുന്നൊക്കെ എന്താ സാറേ, സ്റ്റോക്ക് ആണോ അതോ? സാർ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഇന്നത്തെ കൊറിയറിന് വിടാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് ചെക്ക് ചെയ്ത് ഇവിടെ വെച്ചിരിക്കും. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വൈകിട്ട് വരും. അവരെല്ലാം പാക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ പാക്ക് ചെയ്ത് അവരെയൊക്കെ അഡ്രസ് ഒട്ടി കൊറിയറിൽ ഡാമേജ് ആയാലും നമ്മൾ മാറ്റി കൊടുക്കും. കൊറിയർ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ i+ന്റെ സൗണ്ട് ബാർ എല്ലാവർക്കും അറിയാം. സൗണ്ട് ബാർ ഉണ്ട്. സൗണ്ട് ബാർ എങ്ങനെ പ്രൈസ് വരുന്നത്? സൗണ്ട് ബാർ വന്ന് നമ്മൾ ഫാക്ടറിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് 8500 രൂപ. സൗണ്ട് ബാർ വിത്ത് ബൂഫറാണ് വരുന്നത്. പിന്നെ കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഷോറൂമിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഒരു 500 രൂപ 1000 രൂപ കൂടിയാൽ നിങ്ങൾ ഒന്ന് വിഷമിക്കല്ലേ. ഇവിടെ നമ്മൾ അവർ കൊറിയർ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ 8000 രൂപ ടി വി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. i+ലൊക്കെ എത്ര സ്റ്റോക്ക് ഇല്ലെന്നറിയാം. ഈ ഓണത്തിനൊക്കെ ഭയങ്കര സ്റ്റോക്ക് ആണ്. നോ സ്റ്റോക്ക് അത്രയ്ക്ക് സെയിൽസ് ആണ്. ഇതൊക്കെ നമ്മൾ കള്ളം പറഞ്ഞ് എഴുതി വെക്കുന്നതല്ല. ഇതുവരുടെ വെയർ ഹൗസ് ആണ്. ഈ കാണുന്നതെല്ലാം നമ്മൾ അവിടുന്ന് കണ്ട സൗണ്ട് ബാറിന്റെ ഇതിൽ ഏകദേശം എത്ര പീസിന്റെ? ഒരു 10,000 പീസിന്റെ മുകളിൽ ഉണ്ടായിരുന്നു സാറേ. ഇപ്പൊ ഓണായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഇതെല്ലാം LED ടി വി പ്രൊഡക്ഷൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഫുൾ ആയിട്ട് ഇന്ററാക്ടീവ് പാനൽ ഉണ്ട്, ടച്ച് ബോർഡ് ഉണ്ട്, ക്യൂബിൾ ടി വി നിറയെ ഉണ്ട്. എല്ലാ സൈസിലും ഉണ്ട്. അതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും? ഏകദേശം ഒരു 20,000 പീസ് കാണും സാർ. റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് അതേപോലെ കമ്പ്യൂട്ടറും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം കണ്ടില്ല, ഇഷ്ടം പോലെ പീസുകൾ ഉണ്ട് കേട്ടോ. 3 കൊല്ലം വാറണ്ടിയാണ് കമ്പ്യൂട്ടറിന്. ലാപ്ടോപ്പിന് 1 കൊല്ലം വാറണ്ടിയാണ്. എന്തായാലും കേരളത്തിലുള്ളവർ i+നെയും എന്നെയും വിശ്വസിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന് വളരെ വളരെ നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഇവര് ഇപ്പൊ നമ്മള് മറ്റുള്ള ബ്രാൻഡുകളുടെ മൾട്ടി ബ്രാൻഡുകളുടെ വാറണ്ടി കഴിഞ്ഞ ടി വി നിങ്ങളുടെ അടുത്ത് സർവീസിനുണ്ടെങ്കിൽ അതും ഇവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ മോളിലാണ് അതിന്റെ സർവീസ് സെക്ഷൻ. അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. 50,000 സ്ക്വയർ ഫീറ്റില് ഇന്ത്യയിലെ ഒരുത്തരും ചെയ്യാൻ പറ്റാത്ത മൾട്ടി ബ്രാൻഡ് സർവീസ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഏത് ടി വി ആണെങ്കിലും, ഏത് ടി വി എന്തായാലും ശരി, LED ടി വി സർവീസ് ചെയ്ത് ബെസ്റ്റ് പ്രൈസിന് വാറണ്ടിയോടെ കൊടുക്കാം. കാണാം, സോണി, സാംസങ്, LG, VU, MI ഇങ്ങനെയുള്ള ബ്രാൻഡഡ് വാറണ്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കമ്പനി കൊണ്ടുപോയി കൊടുത്താൽ കൂടുതൽ പ്രൈസ് ആണ് പറയുന്നത്. i+ൽ നിങ്ങൾ വന്നാൽ കുറഞ്ഞ പ്രൈസിക്ക് നമ്മൾ ചെയ്തു തരും. മൾട്ടി ബ്രാൻഡ് ടിവികളുടെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സാംസങ്ങോ അതല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ ആണെന്നുണ്ടെങ്കിലും ടിവിയുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതുപോലുള്ള ടിവികൾ ഇവര് നല്ല ഉത്തരവാദിത്വം ചെയ്തു കൊടുക്കും. LG ഇതൊരു ബ്രാൻഡ് ഉണ്ട്, VU, MI, സോണി, ഇതെല്ലാം മൾട്ടി ബ്രാൻഡ് സർവീസ്. സർവീസ് സെന്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഏതായിരിക്കും അറിയില്ല. അപ്പൊ നമുക്ക് സ്പെയറും കാര്യങ്ങളും എല്ലാം എന്ത് പ്രശ്നം വന്നാലും ചെയ്യാൻ പറ്റാതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം സർവീസ് ഉണ്ടെങ്കിലേ സെയിൽസ് ചെയ്യാൻ പറ്റൂ. ഇതാണ് LG പാനൽ കണ്ടതാ. പാനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാനൽ നിങ്ങൾ കണ്ട, ഇതാണ് ടിവിയിലെ പാനൽ. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇതങ്ങി നോക്ക്. ഇതെല്ലാം പാനൽ ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ ബ്രാൻഡഡ്. LG എന്ന് വെച്ചാൽ LG തന്നെ. ഇത് LGയുടെ പാനൽ അല്ലേ? എല്ലാം ടെസ്റ്റിംഗ് ചെയ്ത് കാഫ് റിപ്പയർ ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ കുറെ സർവീസ് ഞാൻ പറഞ്ഞില്ലേ, 50,000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലുള്ള നമ്മളെ സർവീസ് ഏഷ്യയിലെ വലിയ സർവീസാണ്. ഒരു ദിവസം 30-50 ടിവിയിലാണ് മൾട്ടി ബ്രാൻഡഡ് സർവീസ് വരുന്നത്. അത് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്യും. ഇതാ കണ്ടല്ലോ, ഏത് രീതിയിലുള്ള ടി വി ആണെങ്കിലും ചെയ്യും. ഇതാ കണ്ട, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ പറഞ്ഞില്ല ഡൽഹിന്ന്. ഇതാണ് ഡൽഹിയിലെ ടി വി. ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിൽ വാങ്ങി. ആൻഡ്രോയിഡ് ടി വി എന്നൊക്കെ പല പേരിലും പറഞ്ഞു വരും. അവരവരെ പേര് ഇട്ട് വിൽക്കുന്നത്. തിരുവനന്തപുരം, കേരളത്തിൽ കുറെ ഇതേപോലുണ്ട്. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഇത് ബോക്സ് ഡൽഹിയിലെ ബോക്സ്. ഈ ബോക്സിൽ എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിൽക്കും. നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റൂലേ? പറ്റും. ഇത് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മൾട്ടി ബ്രാൻഡ് സർവീസ്. അവർ ഒന്നായിട്ട് എല്ലാ ബ്രാൻഡിന്റെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ബാക്ക് ലൈറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഷാഡോ ഷീറ്റ്. ഇത് എന്താ ടി വി മോനെ ചെയ്യുന്നത്? ഇത് ഷാനിയോ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. ഷാനിയോ ടി വി ആണെന്ന് നോക്കട്ടെ. ഇത് ഷാനിയോ ടി വി ആണ്. ഷാനിയോ ടി വി റിപ്പയറിംഗാണ് വന്നിരിക്കുന്നത്. ആറ് ടി വി വിറ്റാലും പ്രശ്നങ്ങൾ ഒരു 5% വരും. i+ വിറ്റാലും വരും, സോണി വിറ്റാലും വരും, LG വിറ്റാലും വരും. പക്ഷെ അതിനുള്ള റെഡി ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി വേണം. നിങ്ങളിപ്പോ നാളെ i+ ഇപ്പൊ ഇത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ i+ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കമ്പനി ജോണാട്ട ഇല്ലെങ്കിൽ കമ്പനി റണ്ണായി പോകും. അത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.